നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ മാരിടൈം ഭൂപടത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം എന്ന ചെറിയ തീരദേശ ഗ്രാമം. കൂറ്റൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ ഒരു മദർ പോർട്ട് ഇല്ല എന്ന രാജ്യത്തിന്റെ ദശകങ്ങളായുള്ള കാത്തിരിപ്പിനാണ് ഇന്ന് അവസാനമായിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഇടതിനും വലതിനും കൂടി നാഴികയ്ക്ക് 40 വട്ടം ചീത്ത വിളിക്കുന്ന അദാനി എന്ന അതികായകനാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഒരു ദശകം മുൻപ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള ടെൻഡറുകൾക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാൻ ഗൗതം അദാനി എന്ന ഒറ്റയൊരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കോടീശ്വരന്മാർക്കൊട്ടും പഞ്ഞമില്ലാത്ത നമ്മുടെ നാട്ടിൽ പക്ഷേ ദേശസ്നേഹികളായ രാജ്യത്തോടുള്ള അചഞ്ചലമായ കൂറ് മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അദാനിയെ പോലെ അധികം പേരൊന്നും ഉണ്ടാകില്ല. ഇന്നേക്ക് ഏതാണ്ട് 9 വർഷം മുൻപ് ലേലത്തിനുള്ള ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 25, 2015 അവസാനിച്ചപ്പോൾ അന്ന് പദ്ധതിക്കായി മുന്നോട്ട് വന്നത് അദാനി പോർട്സ് മാത്രമായിരുന്നു. തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും അതിന്റെ പ്രവർത്തനത്തിനുമായുള്ള ടെൻഡർ സമർപ്പിക്കാനായതിനുള്ള സമയപരിധി അനവധി തവണ നീട്ടിയിട്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച 5 കമ്പനികളും അവസാന കരാറിലെത്താൻ തയ്യാറായിരുന്നില്ല. തുറമുഖ കരാറിൽ 6000 കോടി രൂപ ചിലവിൽ ഒരു തുറമുഖ സൂപ്പർ സ്ട്രക്ചർ നിർമ്മിക്കുകയും 40 വർഷത്തേക്ക് മാത്രം അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം കമ്പനിക്ക് കിട്ടുകയുള്ളൂ എന്ന നിബന്ധന ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു അത്. രാജ്യം വളരുമ്പോൾ ഞാനും വളരും എന്ന കാഴ്ചപ്പാടിൽ തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹം ഈ പോർട്ട് അദാനി നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ മുഖം ചുളിച്ചവരും തെറി പറയുകയും ചെയ്തവരിൽ പലരും ഇന്ന് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പരക്കം പായുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയായാലും കേരളത്തിന്റെ 3 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് 2000 കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വിഴിഞ്ഞം തീരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിവിധ ടഗുകളാണ് കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കുന്നത്. തുറമുഖ പൈലറ്റ് ടഗിലേക്ക് കയറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും മദർഷിപ്പ് തുറമുഖത്തേക്ക് എത്തിക്കുക. 9 മണിയോടെ കപ്പൽ ബർത്ത് ചെയ്യുമെന്നാണ് വിവരം ലഭിക്കുന്നത്. 110-ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന മെക്സിക്കന്റെ മദർഷിപ്പാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന സാൻ ഫെർണാണ്ടോ. ഇന്നലെ രാത്രി വിഴിഞ്ഞം പുറംകടലിലെത്തിയ സാൻ ഫെർണാണ്ടോ കപ്പൽ പുലർച്ചെ 6ഓടെ 4 നോട്ടിക്കൽ മൈൽ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നു. 10 മണിയോടെ കൂറ്റൻ മടം ഉപയോഗിച്ച് കപ്പലിനെ ബർത്തിൽ ബന്ധിപ്പിക്കുന്ന മുറിംഗ് നടത്തും. തുറമുഖത്തെ 800 മീറ്റർ ബർത്തിന്റെ മധ്യഭാഗത്തെ 300 മീറ്ററിലാവും അമ്മക്കപ്പൽ നങ്കൂരമിടുക. ശേഷം ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് 1500 കണ്ടെയ്നറുകൾ ഇറക്കും. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്ററിനാണ് നിയന്ത്രണം. ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യും മുൻപ് സർവ്വ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പിക്കും. മന്ത്രിമാരായ VN വാസവനും സജി ചെറിയാനും സാക്ഷ്യം വഹിക്കും. അതിനായി അവരെത്തും. ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കാനും കയറ്റാനും നിയന്ത്രിക്കാൻ കഴിയും. കൂറ്റൻ ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും. ശേഷം കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രാക്കുകളിലേക്ക് മാറ്റും. യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വയ്ക്കും. ഓരോ റൂട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അതനുസരിച്ചാകും ക്രമീകരിക്കുക. കേരളത്തിന്റെ അല്ല, രാജ്യത്തിന്റെ തന്നെ തലവര മാറ്റുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ തെറിവിളികളെല്ലാം കഴിഞ്ഞെങ്കിൽ ഒരല്പം ക്രെഡിറ്റ് അദാനിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം വിഴിഞ്ഞത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ അദാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് നമ്മൾ ഓർക്കണം.